സ്വന്തം ലക്ഷ്യം കൃത്യമായി തീരുമാനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും വിജയിക്കാൻ കഴിയില്ല. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. ഒരിക്കലും നമ്മൾ പ്രതികാരം ചെയ്യാൻ സമയം കളയരുത്. ചെയ്തതിൻ്റെ പ്രതിഫലം ഒരുനാൾ ഏതൊരാളെയും തേടി വരും എന്നത് തീർച്ചയാണ്. ഒന്നും പറയാതെ മനസ്സിലാക്കുന്നവരുമുണ്ട്, എല്ലാം പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തവരുമുണ്ട്. വളർന്നു വരുന്ന നഖങ്ങൾ കളയാൻ നമ്മൾ വിരലുകൾ വെട്ടാറില്ല. അതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടായാൽ നമ്മൾ വാശി ഒഴിവാക്കുക, മറിച്ച് ബന്ധം മുറിച്ച് കളയരുത്. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാം. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. കലഹത്തെ മറികടക്കാൻ നിശബ്ദതയേക്കാൾ വലിയ ആയുധമില്ല. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവുകഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ. നിങ്ങൾക്ക് ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ സഹായിക്കുക. ആ വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങളിലൂടെയാകാം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, മനസ്സമാധാനം ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആത്മധൈര്യവും കൂടി അതിന് ആവശ്യമാണ്. ഏതൊരു കാര്യവും വിജയത്തിലെത്തുന്നതിന് മുൻപ് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. സഹിഷ്ണുതയുള്ളവർ മാത്രം ഇന്നല്ലെങ്കിൽ നാളെ വിജയം ആസ്വദിക്കും. വെള്ളത്തേക്കാൾ മൃദുവായതോ അയവുള്ളതോ ആയ മറ്റൊന്നില്ല. എന്നിരുന്നാലും യാതൊന്നിനും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താനാകില്ല. നമുക്ക് ഉള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സമാധാനമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നമ്മളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മാത്രം മതി. അവസാനിപ്പിക്കാൻ വളരെയധികം കഴിയുന്നതും തിരിച്ചു കിട്ടാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല.